ജോസ്കോ ബെറ്റർ ലൈഫ് എന്ന ആശയം പ്രിയ പ്രേക്ഷകരിലേക്ക് എത്തിച്ച കോട്ടയം ഭാരത് ഹോസ്പിറ്റലിലെ സീനിയർ ഫിസിഷ്യൻ ഡോക്ടർ സദക്കത്തുള്ളയാണ് ഇന്നത്തെ ബെറ്റർ ലൈഫിൽ നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. സർ, ഇന്നത്തെ വിഷയം ഹെപ്പറ്റൈറ്റിസ് ആണ്. മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് സാർ ഒന്ന് വിശദമാക്കാം. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലിവറിനുണ്ടാകുന്ന ഇൻഫ്ലമേഷനെയാണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞാൽ. അത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. സിറോസിസ് കൊണ്ടുണ്ടാകാം, ആൽക്കഹോൾ കൊണ്ടുണ്ടാകാം, ടോക്സിൻസ് കൊണ്ടുണ്ടാകാം. അതിൽ ഒരു പ്രധാന ഭാഗം വൈറസ് ഇൽനെസ് കൊണ്ടാണ്. അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയും. പലതരം വൈറസ് രോഗങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കാം. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞ വൈറസ് ഉണ്ട്. എ മുതൽ ഇ വരെയുള്ള ഏത് അണുക്കൾക്കും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കോമൺ ആയിട്ട് ഉണ്ടാകുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഏറ്റവും കൂടുതലുള്ളത് ഹെപ്പറ്റൈറ്റിസ് എ. കാരണം ഈ ഹെപ്പറ്റൈറ്റിസ് അണുക്കളുടെ ഗ്രൂപ്പിൽ വരുന്നതിൽ എയും ഇയും വെള്ളത്തിൽ കൂടെ പകരുന്നതും BCD എന്ന് പറഞ്ഞത് ബ്ലഡിൽ കൂടെ പകരുന്നതും. ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത് കൂടുതൽ ആൾക്കാർക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും അത് വെള്ളം മാർഗം ഉണ്ടായിരിക്കണം. ഓക്കെ, സപ്പോസ് ഒരു കെൻറ്റിൽ ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ ആ കെൻറ്റിൽ നിന്ന് കുടിക്കുന്ന നല്ലൊരു വിഭാഗം ആൾക്കാർക്കും ഹെപ്പറ്റൈറ്റിസ് എ പകരാം. അപ്പം വാട്ടർ ബോൺ ഇൽനെസ് എല്ലാം കൂടുതൽ ആൾക്കാർക്ക് പകരും. സാർ, ഈ ഹെപ്പറ്റൈറ്റിസ് എ ഇപ്പോൾ അതാണല്ലോ സാർ പറഞ്ഞു കോമൺ ആയിട്ട് കാണുന്നത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. അത് വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ഹെപ്പറ്റൈറ്റിസ് എ എന്ന രോഗം വരുന്നത് രോഗിക്ക് രോഗലക്ഷണം ഉണ്ടാകണമെങ്കിൽ ആ അണുക്കൾ രോഗിയുടെ ശരീരത്തിൽ കയറി 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ ആ പീരീഡിലെ രോഗിക്ക് രോഗലക്ഷണങ്ങൾ വരത്തുള്ളൂ. ഈ രോഗം അണുക്കൾ കയറിയ ഉടനെ രോഗലക്ഷണം കാണിക്കുന്നില്ല. അപ്പോൾ ഏതെങ്കിലും വീട്ടിൽ പോവുക, ഹെപ്പറ്റൈറ്റിസ് ഉള്ള വീട്ടിൽ പോകുക, പിറ്റേന്ന് വന്നിട്ട് പല രോഗികളും പറയാറുണ്ട് എനിക്ക് മഞ്ഞപ്പിത്തമാണോ എന്ന് സംശയം. ഈ അണുക്കൾ നമ്മളുടെ ശരീരത്തിൽ കയറി അത് മൾട്ടിപ്ലൈ ചെയ്ത്, അതാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയും. 2 to 4 വീക്സ് ഏറ്റവും മിനിമം എടുക്കും, ആവറേജ്. ഈ സമയം കൊണ്ടാണ് രോഗിക്ക് രോഗലക്ഷണം ഉണ്ടാകുന്നത്. മഞ്ഞപ്പിത്തത്തിന് തന്നെയായിട്ട് രോഗികൾ പറയും മൂത്രത്തിനകത്ത് കളർ വ്യത്യാസം, മഞ്ഞച്ച് കളർ, മലം പോകുന്ന ഒരു ക്ലേ കളർ എന്ന് പറയും. സ്മോക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്കാണെങ്കിൽ സ്മോക്കിനോടൊരു അവേർഷൻ ഉണ്ടാകും. ചിലതരം ഫുഡുകൾ എസ്പെഷ്യലി ഇറച്ചിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഓക്കാനം പോലൊക്കെ. ഈ രോഗം അത് കഴിഞ്ഞ് രോഗലക്ഷണങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ഉള്ളൂ പേഷ്യൻറ്റിന് നമ്മൾക്ക് മനസ്സിലാകത്തുള്ളൂ പേഷ്യൻ്റ് ഹെപ്പറ്റൈറ്റിസ് രോഗിയാണെന്ന്. പക്ഷേ രോഗി ഈ അണുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ ആദ്യത്തെ 2 ആഴ്ചയാണ് ലാർജ് എമൗണ്ട് ഓഫ് ഈ വൈറസ് ഈ പേഷ്യൻറ്റിൻ്റെ മലത്തിൽ കൂടെ വിസർജിക്കുന്നത്. അന്നേരമാണ് അണുക്കൾ കൂടെ. പേഷ്യൻറ്റിന് രോഗലക്ഷണം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അളവ് കുറയും. അപ്പം പേഷ്യൻ്റ് ഇൻഫെക്റ്റീവ് ആകുന്ന എപ്പോഴാണ്? ഈ രോഗം പേഷ്യൻറ്റിന് അപ്പർ ചെയ്യുന്നതിന് മുമ്പെയാണ് ഉണ്ടാകുന്നത്. സാർ, ഇത് ഈ ബുദ്ധിമുട്ടുകളിൽ കൂടിയാണോ നമ്മളെപ്പോഴും ഹെപ്പറ്റൈറ്റിസ് എ മനസ്സിലാക്കുന്നത്, അതോ ഇതിന് പ്രത്യേക ടെസ്റ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സാധാരണ പേഷ്യൻ്റ് കൊണ്ടുവരാറുണ്ട്, ഡോക്ടറെ എൻ്റെ ബിലിറൂബിൻ ടെസ്റ്റ് ചെയ്തു, അതിന് 1.1 അല്ലെങ്കിൽ 0.8 എനിക്ക് തോന്നുന്നു മഞ്ഞപ്പിത്തമാണോ എന്ന് നോക്കിയത് അതില്ല എന്നാണ് പേഷ്യൻ്റ് പറയുന്നത്. ബിലിറൂബിൻ ഒരു ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. ആദ്യകാലത്ത് ബിലിറൂബിൻ പോസിറ്റീവ് ആകത്തില്ല. അതേസമയം ഈ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിലെ എൻസൈം എന്ന് പറയും, SGOT SGPT എന്ന്, അതാണ് ലിവറിൻ്റെ ഡിസ്ട്രക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനാകുമ്പോൾ SGPTയുടെ എലിവേഷൻ ചിലപ്പോൾ 1500 2000 SGPT കാണുമ്പോഴും ബിലിറൂബിൻ 0.8 1 ആയിരിക്കും. അവർ പലപ്പോഴും മിസ്സാകും. അപ്പം എപ്പോഴും ബിലിറൂബിൻ മാത്രം ടെസ്റ്റ് ചെയ്ത് മഞ്ഞപ്പിത്തം ഡയഗ്നോസ് ചെയ്യാൻ ആരും നിൽക്കരുത്. എല്ലാവരും എൻസൈംസ് കൂടെ ടെസ്റ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് തരം ഹെപ്പറ്റൈറ്റിസ് കൊണ്ടാണ് ഇപ്രാവശ്യം മഞ്ഞപ്പിത്തം ഉണ്ടായി എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എയും ബിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തിരിച്ചറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റുകൾ എല്ലാ രോഗികളും മഞ്ഞപ്പിത്തം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ടെസ്റ്റ് ചെയ്തിരിക്കേണ്ടതാണ്. സാർ, ഇതിന് ചികിത്സയുണ്ടോ? ചികിത്സയുടെ രീതികൾ എന്തൊക്കെയാണ്? ചികിത്സ എന്ന് പറയുമ്പോഴത്തേക്ക് പലപ്പോഴും ആൾക്കാർ പറയും അലോപ്പതിയിൽ ഇതിന് ചികിത്സയില്ല എന്ന്. ആ പറഞ്ഞത് വളരെ ശരിയാണ്. അലോപ്പതിയിൽ നമ്മളാരും ചികിത്സിക്കാറില്ല. കാരണം 99% രോഗികൾക്ക് യാതൊരു ചികിത്സയും ഇല്ലാതെ പൂർണ്ണമായി റിക്കവറി ചെയ്യുന്ന 1% താഴെ ആൾക്കാർക്ക് ഇതിന് കോംപ്ലിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ കോംപ്ലിക്കേഷന് മാത്രം ചികിത്സ ആവശ്യമുള്ളൂ. അപ്പം ബാക്കിയുള്ള എല്ലാ രോഗികൾക്കും എന്താണ് ചെയ്യേണ്ടത്? ആൾക്കാർക്ക് വേണ്ടത് റെസ്റ്റ്, അഡിക്വേറ്റ് ഫുഡ്,
വെള്ളം, നമ്മൾ ഫ്രൂട്ട് ജ്യൂസസ്, ഹൈഡ്രേഷൻ നന്നാക്കുക, റെസ്റ്റ് എടുക്കുക, ഇങ്ങനെ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഈ 99% രോഗികളും ഒരു 4 to 6 വീക്സിനുള്ളിൽ ടോട്ടലി റിക്കവർ ചെയ്യും. 2 ആഴ്ച കൊണ്ട് തന്നെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് കിട്ടും. പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ആവശ്യം, പേഷ്യൻ്റ് ആഹാരം ശരിക്ക് ഏത് അസുഖത്തിന് വന്നാലും ആഹാരമാണല്ലോ അതിൻ്റെ ഒരു പ്രധാനം. അതിനുവേണ്ടി ആദ്യത്തെ സ്റ്റേജിൽ പേഷ്യൻറ്റ് വൊമിറ്റിംഗ് ഉണ്ടാകും, ഫീവർ, വൊമിറ്റിംഗ്. ഈ സമയത്ത് നമ്മളൊരു IV ഫ്ലൂയിഡോ ഒരു ന്യൂട്രീഷനോ ഒരു ഛർദ്ദിക്കാതിരിക്കാനുള്ള മരുന്ന് ആ സമയത്ത് മാത്രമേ ഈ പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അല്ലാതെ ആഹാരത്തിൻ്റെ ക്രമത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതെ, ഒരുപാട് സംശയങ്ങളുണ്ട്. പലരും പറയും ഉപ്പ് കഴിക്കരുത്, എണ്ണമയം കഴിക്കരുത്, ഒരുപാട് പഥ്യങ്ങളും എൻ്റെ ചെറുപ്പത്തിൽ ഇത് തന്നെ സംഭവിച്ചു. എനിക്കും വൈറൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായതാണ്. ആ സമയത്തും എന്നെയും ഇത് തന്നെയാണ്, ഞാനൊന്നും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഉപ്പിൻ്റെ അംശത്തിന് നിയന്ത്രണം ആവശ്യമുണ്ട്. ആർക്കാണെന്ന് വെച്ചാൽ നേരത്തെ സിറോസിസ് എന്ന് പറഞ്ഞൊരു രോഗമുണ്ടായി, അല്ലെങ്കിൽ കാലിൽ നീര് ഉണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് ഉപ്പിൻ്റെ അംശം കൂടിയാൽ ശരീരത്തിലെ ഫ്ലൂയിഡ് റിട്ടേൺ ചെയ്യും. അങ്ങനെ ഉണ്ടായ ഒരു വ്യക്തിക്ക് ലിവറിന് നേരത്തെ അസുഖം ഉണ്ടായി, സിറോസിസ് ഉണ്ടായി, അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷനിലേക്ക് പോയി ഒരു ഫൾമിനൻ ഹെപ്പാറ്റിക് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു അങ്ങനെ വല്ലതും പോയ ആൾക്കാർക്ക് ഉപ്പിൻ്റെ അംശത്തിന് റെസ്ട്രിക്ഷൻ ഉണ്ട്. ബാക്കി എന്തെല്ലാം ഡയറ്റ് സാധാരണക്കാർ കഴിക്കുന്നോ അതെല്ലാം കഴിക്കാം. ഒരേ ഒരു കാര്യം, പലപ്പോഴും കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ അല്ലെങ്കിൽ ഇറച്ചി കൂട്ടുള്ള സാധനങ്ങൾക്ക് അത് ദഹിക്കാനായിട്ട് പിത്തസഞ്ചിയിൽ നിന്നും ലിവറിൽ നിന്നൊക്കെ കുറച്ച് എൻസൈംസൊക്കെ ചെന്നിട്ടാണ്. ആ ദഹനത്തിനുള്ള ഒരു ബുദ്ധിമുട്ട് പ്രതീക്ഷിച്ചു കൊണ്ട് മാത്രമാണ് പലപ്പോഴും ഇങ്ങനെ വല്ലതും വേണമെങ്കിൽ ഒഴിവാക്കാമെന്ന് പറഞ്ഞ്. അതല്ലാതെ എല്ലാ ഡയറ്റും കഴിക്കാം. സാധാരണ ആൾക്കാരെ കൂട്ട് നോർമലായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും.